വന്യമായൊരു പ്രണയം. സ്റ്റോറി വിദ്യാ നായർ. പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ. എഡിറ്റിംഗ് ഫസലുദ്ദീൻ VI. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഈ സമയം ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ കണ്ണേട്ടൻ എന്നെ ശിക്ഷിക്കും. അത് ഉറപ്പാ. ഒരു കാര്യം ചെയ്യാം, ആരും അറിയാതെ പതിയെ ഒളിച്ചു പോവാം. അതാ നല്ലത്. ഇപ്പോൾ എല്ലാവരും കഴിക്കാനായി വരും. ആഹാരം അടുക്കൽ കിട്ടിയാൽ പിന്നെ അവർ മറ്റൊന്നും ശ്രദ്ധിക്കില്ല. അന്നേരം ഒളിച്ചു പോവാം. വൃന്ദ അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേഗം പുറത്തേക്ക് പോവാനായി ഇറങ്ങിയതും അയ്യോ അമ്പാമ്മ. ആ മോളെ ഉണർന്നോ? എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? തന്നെ കണ്ടതും നിന്ന് പരുങ്ങുന്നവളെ കണ്ട അമ്പാലികയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അത് ഞാൻ കുളം. ഈ രാത്രി മോളെന്തിനാ അങ്ങോട്ട് പോകുന്നേ? അതും ഈ വേഷം പോലും മാറാതെ. അമ്പാലിക കയ്യിലെ പാൽ ഗ്ലാസ് റൂമിൽ കടന്നിരുന്ന ടേബിളിനു മേൽ വയ്ക്കും വഴി വൃന്ദയെ നോക്കി ചോദിച്ചു. അത് കണ്ണേട്ടൻ കുളത്തിൽ കുളിക്കാനായി പോയിട്ടുണ്ട്. ഏട്ടൻ ഈ തോർത്ത് എടുക്കാതെയാ പോയ. അവിടെ കിടന്നിരുന്ന തോർത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൃന്ദ അല്പം പതർച്ചയോടെ പറഞ്ഞു. ആ അതിനാണോ? അതിനെന്താ, പോവാലോ. ആദ്യം എൻ്റെ മോളി പാലങ്ങ് കുടിക്കും. അമ്പാലിക വൃന്ദയുടെ മുടിയിൽ മെല്ലെ തൻ്റെ വിരലുകൾ ഓടിച്ചൊന്ന് തഴുകി പറയവേ വൃന്ദ വിടർന്ന കണ്ണാലെ അവരെ നോക്കി നിന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ദേ എൻ്റെ കുട്ടി പറഞ്ഞത് പച്ച കള്ളാന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി കേട്ടോ. അത് അമ്മ ഞാൻ. വേണ്ട. അല്പം മുന്നേ ഒരാൾ വാലിന് തീ പിടിച്ച മാതിരി അങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അവൻ്റെ വിചാരം അവൻ്റെ ചുറ്റിക്കളിയൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാ. അതങ്ങനെ ഒരു ജന്മം. എന്തായാലും മോൾ എന്നോട് ഇത്രയും വലിയ നുണ തട്ടിയിടുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മേ ഞാൻ പേടിച്ചിട്ട്. അമ്മയുടെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം കേൾക്കെ വൃന്ദയുടെ ഇരു കണ്ണുകളും നിറഞ്ഞു. പോട്ടെ, കണ്ണ് തുടച്ചിട്ട് ഈ പാല് കുടിക്കും. അല്ല, കണ്ണേട്ടം വല്ലതും കഴിച്ചോ? അമ്പയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് വാങ്ങി ചുണ്ടിലേക്ക് മുട്ടിക്കും വഴി പെട്ടെന്ന് എന്തോ ഓർത്തെടുത്ത കണക്ക് വൃന്ദ അമ്പയോട് തിരക്കി. ഇല്ല, മോള് പോയി അവനെ വേഗം കൂട്ടിക്കൊണ്ടുവാ. ശരി, എന്ന് ഞാനും ഇത് വന്നിട്ട് കുടിക്കാം. അയ്യോ അത് വേണ്ട, ഞാനെന്തായാലും ഇത് കൊണ്ടുവന്ന് പോയില്ലേ. ഇനി ഇതിവിടെ വച്ചിട്ട് പോയാൽ ചിലപ്പോൾ മോളിത് കുടിക്കാൻ മറന്നുപോകും. അമ്പാലികയുടെ സംസാരം കേട്ടു നിന്ന വൃന്ദ അവസാനം പാല് വേഗം കുടിച്ചു തീർത്തു. മോള് വേഗം വാ, ഇപ്പോൾ താഴെ ആരുമില്ല. അമ്പാലിക വൃന്ദയും കൂട്ടി വേഗം താഴേക്ക് നടന്നു നീങ്ങി. ഇതേസമയം രാംദാസ് അല്പം മുന്നേ തനിക്ക് മുന്നിൽ അരങ്ങേറിയ ഓരോരോ സംഭവങ്ങളായി ഓർത്തെടുത്തുകൊണ്ട് പകയോടെ അയാൾ തൻ്റെ കാർ വേഗം നാഗർമഠം ലക്ഷ്യമാക്കി പായിച്ചു. ഇരുട്ടിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ വൃന്ദയുടെ ഹൃദയൊടുപ്പിൻ്റെ വേഗത കൂടി. വൃന്ദ തൻ്റെ സാരിയുടെ മുന്താണിയിൽ കൈവിരലുകൾ കൂട്ടി ഞെരിച്ചുകൊണ്ട് കുളപ്പടവിലേക്ക് നടന്നു. തനിക്ക് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന ഇരുളും അതിൽ തെളിഞ്ഞു വന്ന പറമ്പിലെ വൻ വൃക്ഷങ്ങളുടെ വലിയ പേടിപ്പെടുത്തുന്ന നിഴൽ രൂപങ്ങളും അവളിൽ നല്ല തോതിൽ ഭയം നിറച്ചു. വൃന്ദ തൻ്റെ ചുറ്റിനും കണ്ണോടിച്ചുകൊണ്ട് നടത്തത്തിൻ്റെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി. ഇടയ്ക്ക് ആരുടെയോ ചെറു കാലടിയൊച്ച അവളെ പിന്തുടർന്ന് വരുന്നുണ്ടായിരുന്നു. എൻ്റെ കൃഷ്ണ, ആരും എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലോ. വൃന്ദ നെഞ്ചിൽ വലതു കൈ ചേർത്ത് പിടിച്ചു പറയും വഴി തൻ്റെ നടത്തത്തിൻ്റെ വേഗത ഒന്നുകൂടെ കൂട്ടി. ഇടയ്ക്ക് എന്തിലോ തട്ടിത്തടഞ്ഞവൾ മുന്നിലേക്കാഞ്ഞു. പെട്ടെന്ന് രണ്ട് കരുത്തറ്റ കരങ്ങൾ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരുന്നു. കണ്ണേട്ടൻ. തൻ്റെ പിന്നിലുള്ള ആളെ തിരിച്ചറിഞ്ഞെന്ന കണക്ക് വൃന്ദയുടെ അധരങ്ങൾ അവൻ്റെ നാമം പുലമ്പി. ഒരു പുഞ്ചിരിയോടെ രാഘവേന്ദ്രനെ വേഗം പിന്തിരിഞ്ഞു നോക്കാനായി തുടങ്ങിയ വൃന്ദയുടെ കണ്ണിലെന്തോ ഒന്ന് മറ തീർത്തിരുന്നു. കണ്ണേട്ടാ, നിനക്കൊരു സർപ്രൈസ് ഉണ്ട് വൃന്ദ. വൃന്ദയുടെ സംസാരത്തിൻ്റെ അർത്ഥം മുൻകൂട്ടി ഗ്രഹിച്ചെന്ന കണക്ക് അവൻ അവളുടെ കാതിൽ മെല്ലെ മുത്തി പറയും വഴി വൃന്ദയെ തൻ്റെ കൈകളിൽ കോരിയെടുത്തിരുന്നു. രാഘവേന്ദ്രൻ്റെ പ്രവൃത്തി അവളുടെ ഉള്ളിൽ കൊള്ളിയാൻ മിനിച്ചു. ശരീരം വല്ലാതെ വിറപ്പൂണ്ടു തുടങ്ങി. അധരങ്ങൾ പോലും തുടിച്ചു തുടങ്ങി. അവളുടെ കൈവിരലുകൾ അല്പം ബലം നേടാനായിട്ടെന്ന പോലെ അവൻ്റെ മാറിലേക്ക് അവൾ ചേർത്തു വച്ചിരുന്നു. പെട്ടെന്നാണ് അവളെ അവൻ പിടിവിട്ടത്. അവൾ തണുത്ത എന്തിലോ പോയി പതിഞ്ഞു. അവൻ്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ വൃന്ദ നന്നായി പേടിച്ചിരുന്നു.
കുളത്തിൻ്റെ ആഴത്തട്ടിലേക്ക് ആഴ്ന്നു പോകവെയാണ് ഒരു കരം അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുകളിലേക്ക് നീന്തിയത്. അത്യാവശ്യം നീന്തൽ അറിവുള്ളതിനാൽ വൃന്ദ അധികം വെള്ളം കുടിച്ചില്ല എന്ന് മാത്രമല്ല, അവൻ്റെ കൈ തട്ടി മാറ്റി വേഗം നീന്തി കരയിലേക്ക് കയറി. എൻ്റെ ഈ സർപ്രൈസ് ഇഷ്ടമായോ ബേബി? കുളപ്പടവിലേക്ക് കള്ളിപ്പിടിച്ച് കയറാൻ ശ്രമിക്കവെയാണ് അവൻ്റെ വക ചോദ്യം അവളെ തേടിയെത്തിയത്. കണ്ണ് രണ്ടും മൂടിക്കെട്ടി കുളത്തിലേക്ക് എടുത്തെറിയുന്നതാണോ ഇത്ര വലിയ കാര്യം? വരേണ്ടിയിരുന്നില്ല. നന്നായിട്ട് കിടന്നുറങ്ങിയ ഞാനാ ഈ കുളത്തിൽ വന്ന് കിടക്കുന്നത്. രാഘവേന്ദ്രൻ്റെ ചോദ്യം കേട്ടു നിന്ന വൃന്ദ നന്ദി അരിശത്തിൽ അവനെ മനസ്സാൽ സ്മരിച്ചുകൊണ്ട് ഒരുവിധം പടവിലേക്ക് കയറിയിരുന്ന് കണ്ണിലെ കെട്ടഴിച്ചു മാറ്റി. ഇതെവിടെ പോയി? കണ്ണിലെ കെട്ടഴിച്ചു മാറ്റിക്കൊണ്ട് വൃന്ദ ചുറ്റിനും രാഘവേന്ദ്രനായി കണ്ണുകളാൽ തിരഞ്ഞു. ഇയാൾ വല്ല മായാവിയാണോ? ഓഹ്, എന്തൊരു തണുപ്പാ! മനുഷ്യന് ചുമ്മാ മെനക്കെടുത്താനായിട്ട് വന്നോളും. വൃന്ദ അരിശത്തിൽ മുരണ്ടുകൊണ്ട് കയ്യിലെ തുണി കുളത്തിലേക്കൊരേറായിരുന്നു. പെട്ടെന്നാണ് ഒരു രൂപം കുളത്തിൽ നിന്നും പൊന്തി വന്നത്. ആ അമ്മേ! പെട്ടെന്നായതിനാൽ വൃന്ദ നന്നേ ഭയന്നു പോയിരുന്നു. നിലവിളിച്ചുകൊണ്ട് പിന്നിലേക്ക് ആഞ്ഞവളുടെ കാലിൽ അവൻ്റെ പിടി വീണു. ആ! ഭയത്തോടെ മുന്നിലേക്ക് കണ്ണ് രണ്ടും മിഴിച്ചു നോക്കിയിരുന്നവൾക്കു നേരെ കണ്ണിറക്കി കാട്ടിക്കൊണ്ട് അവൻ അവളുടെ കാലിലെ തള്ളവിരലിലേക്ക് തൻ്റെ പല്ലുകൾ മെല്ലെ ആഴ്ത്തി. ആ! അവളൊന്ന് പിടഞ്ഞു പൊന്തിക്കൊണ്ട് മെല്ലെ രാഘവേന്ദ്രനിൽ നിന്നും വൃന്ദ തൻ്റെ വലതുകാൽ വിരൽ വേഗം വലിച്ചെടുത്തുകൊണ്ട് വേഗം പടവിൽ നിന്നും എഴുന്നേറ്റു. അവളിലെ പ്രവൃത്തി അവനിലൊരു പുഞ്ചിരി നിറച്ചു. വൃന്ദ അല്പം വെപ്രാളത്തോടെ മുന്നിലേക്ക് നോക്കാൻ നേരം രാഘവേന്ദ്രൻ്റെ വലതുകരം അവൾക്ക് നേരെ നീണ്ടു. വൃന്ദ അവൻ്റെ ക്ഷണത്തെ നിഷേധിച്ചുകൊണ്ട് മുകളിലേക്ക് കയറാൻ നേരം അവൻ്റെ പിടി അവളുടെ സാരിയിലേക്ക് വീണു കഴിഞ്ഞിരുന്നു. മെല്ലെ അവൻ്റെ ചൂളമടി ശബ്ദം അവിടെ നിറഞ്ഞു തുടങ്ങി. വൃന്ദയുടെ കൈകൾ സാരി തൻ്റെ മാറിൽ നിന്നും പോവാതിരിക്കാനായി അല്പം ബലത്തിൽ പിടിച്ചു. അവനിലെ പിടിമുറുകവേ വൃന്ദയുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു തുടങ്ങി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന ചിന്ത അവളുടെ മനസ്സിനെ വല്ലാതെ തന്നെ മതിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവനൊരു ചുഴറ്റലോടെ ആ സാരി മുഴുവനും വൃന്ദയിൽ നിന്നും വേർപ്പെടുത്തിയെടുത്തിരുന്നു. ആ! അവൻ്റെ പ്രവൃത്തിയിൽ നിലതെറ്റി വീഴാനായി ആഞ്ഞവളുടെ അടിവയറ്റിൽ അവൻ്റെ കരതലം ശക്തിയായി അമർന്നു. രാഘവേന്ദ്രൻ തൻ്റെ കൈവിരലുകൾ കൊണ്ട് അവളുടെ വയറിലായി നന്ദി ശക്തിയിൽ അമർത്തി ഉടച്ചുകൊണ്ട് അവളെ തന്നിലേക്കായി വലിച്ചു ചേർത്തു. അവൻ്റെ മാറോരം ചേർന്ന് നിന്ന് കിതച്ചു പോയവളുടെ പുറം കഴുത്തിൽ അവൻ തൻ്റെ ദന്തങ്ങൾ മെല്ലെ അമർത്തി വച്ചു. ആ കണ്ണേട്ടാ! അവൻ്റെ പ്രവൃത്തിയിൽ വൃന്ദയൊന്ന് ഏങ്ങിക്കരഞ്ഞുപോയി. പണിഷ്മെൻ്റായി. അവളിൽ നിന്നും പല്ലുകൾ അകറ്റി മാറ്റി രാഘവേന്ദ്രൻ അവളുടെ കാതിലായി മെല്ലെ ചൊല്ലവേ അവളുടെ ശരീരമാകെ കുളിര് കോരിപ്പോയി. അവൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നട്ടലിലൂടെ മെല്ലെ മുകളിലേക്ക് ഇഴഞ്ഞു നീങ്ങി. അവൻ്റെ ദന്തങ്ങൾ അവളുടെ കാതിൽ മെല്ലെ അമർന്നു. ആ! ഇപ്രാവശ്യം ആ വേദനകളെല്ലാം അവളിലൊരു സുഖമുള്ള നോവായി മാറി. അവൻ്റെ വിരലുകൾ കഴുത്തിലൂടെ മാറിലേക്ക് അരിച്ചിറങ്ങുവാനായി ആരംഭിച്ചതും അവൾ അവനെ തള്ളി മാറ്റി മുന്നിലേക്ക് നീങ്ങിപ്പോയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള വൃന്ദയുടെ തള്ളലിൽ രാഘവേന്ദ്രൻ കുളത്തിലേക്ക് മലർന്നടിച്ചു വീണു. അയ്യോ കണ്ണേട്ടൻ! ശബ്ദം കേട്ടൊരു ഞെട്ടലോടെ വേഗം പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയ വൃന്ദയുടെ കണ്ണുകൾ ബുൾസൈ പോലെ പുറത്തേക്ക് തള്ളിപ്പോയി. ദാസിൻ്റെ കാറ് വലിയ ഇരമ്പലോടെ തന്നെ നാഗർമഠം തറവാടിന് മുന്നിലായി വന്ന് ബ്രേക്കിട്ട് നിന്നു. ഇതാരാ ഈ നേരത്ത്? ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സരസ്വതിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. അമ്മ കഴിക്ക്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. സംശയദൃഷ്ടിയോടെ പുറത്തേക്ക് നോക്കിയിരുന്ന സരസ്വതിയെ നോക്കി പറഞ്ഞ് അമ്പ നടന്നു നീങ്ങി. അമ്പ ഒന്നവിടെ നിന്നേ. ഒന്ന് രണ്ട് ചുവടുകൾ നടന്ന അമ്പ പിന്നിൽ നിന്നും പെട്ടെന്ന് കേട്ട സ്ത്രീ ശബ്ദത്തിൻ്റെ ഗാംഭീര്യത്തിന് മുന്നിൽ നിശ്ചലയായി നിന്നുപോയി. എന്താ രശ്മിച്ചി? അമ്പാലിക തനിക്ക് പിന്നിൽ നിന്നിരുന്ന രശ്മിയെ നോക്കി മുഖം ചുളിച്ചു. ആഹാരം കഴിക്കുന്ന സമയം ദൈവം തമ്പുരാൻ വന്നാൽ പോലെ എണീക്കാൻ പാടില്ല, അതാ നിയമം. എന്താമ്മേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാ. രശ്മിയുടെ സംസാരം കേട്ട് സരസ്വതി അതിനോട് യോജിച്ചുള്ള മറുപടി നൽകി. അതാണ് കേട്ടല്ലോ അമ്പേ, ഇവിടെ എല്ലാവർക്കും ഒരേ നിയമമാണ്. നീ പോയിരുന്ന് കഴിക്ക്. ഞങ്ങൾക്ക് ഈ കണ്ടതൊക്കെ വച്ചുണ്ടാക്കി നിങ്ങൾക്ക് വിളമ്പി നിങ്ങളെ ഊട്ടാൻ അറിയാമെങ്കിൽ വന്നത് ആരാന്ന് നോക്കാനും ഞങ്ങൾക്കറിയാം. ജയന്തി, വാടി ഇങ്ങോട്ട്. അമ്പ,
നീങ്ങ് പോരെ, അവർ പോയി നോക്കട്ടെ. ഇന്നിത്തിരി അടുക്കളയിൽ കയറി വച്ചുണ്ടാക്കിയതിൻ്റെ കൊഴുപ്പാ രണ്ടിനും. രശ്മിയും ജയന്തിയും നടന്നു നീങ്ങിയ വഴിയെ നോക്കി നിന്ന അംബാലികയെ നോക്കി ഒരു പുച്ഛം നിറഞ്ഞ ചിരിയോടെ സരസ്വതി പറഞ്ഞു. അമ്മാമ്മ അമ്മയും അമ്മായി അത്ര അങ്ങോട്ട് കളിയാക്കൊന്നും വേണ്ട. അവർക്ക് ഇവരേക്കാൾ അസൽ കായ്പുണ്യ അല്ല രുദ്രി? ആ അതെ അതെ. ആഹാ, അങ്ങനെയാണോ? ദിവ്യയുടെ സംസാരം കേട്ട് സരസ്വതി ഒന്നും കൂടെ എടുത്തു ചോദിച്ചു. അതെ അമ്മാമ്മേ. ദീപു കൂടെ ദിവ്യയെ പിന്താങ്ങി സംസാരിച്ചു. എനിക്കും തോന്നി. എന്നിട്ടും ഞാനൊന്നും പറയാഞ്ഞത് നിങ്ങളുടെ കൂടി അഭിപ്രായം അറിയാനായിരുന്നു. എന്താ രാഘവ, നീയും ചന്ദ്രനും ഒന്നും പറഞ്ഞില്ലല്ലോ? കൊള്ളാമേ. എന്നാൽ പിന്നെ അവർ തന്നെ എന്നും വച്ചുണ്ടാക്കട്ടെ. ഇടയ്ക്ക് രുദ്രയും ദിവ്യയും കൂടി കയറിക്കോ. അതാകുമ്പോൾ നിങ്ങൾക്ക് വല്ലതും പഠിക്കാലോ. അല്ല, ദിവ്യക്ക് ഏകദേശം കെട്ടുപ്രായമായി. ഇനിയും ഒന്നും പഠിക്കാതിരുന്ന വളരെ മോശമാണ്. എന്താ ചന്ദ്ര, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? സത്യമേ. ഞാൻ ഒത്തിരി നാളായി പറയാ ഇവളോട് എന്തെങ്കിലും വേലകളൊക്കെ പഠിക്കാൻ. എവിടെ, ഈ ചെവി കേട്ട് മാറി ചെവി കൂടി കളിയും. ഇനി അമ്മ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ പറഞ്ഞു മടുത്തു. ദേവി, അമ്മായിക്ക് പണി കൊടുക്കാൻ നോക്കിയിട്ടിപ്പോൾ ഇതെനിക്ക് പണിയായല്ലോ. എന്താ ദിവ്യ മോളെ, സന്തോഷമായില്ലേ? ഇനി നിനക്ക് എന്നും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരം തന്നെ കഴിക്കാൻ കേട്ടോ. ഇനി ഞാൻ അടുക്കളയിലേക്കില്ല. അമ്മ പറഞ്ഞതാ കറക്റ്റ്. ഈ തീരുമാനം അല്പം കൂടി മുന്നേ എടുക്കണമായിരുന്നു. അംബാലിക ദിവ്യയെ നോക്കി അത്രയും പറഞ്ഞ് തൻ്റെ പ്ലേറ്റുമായി വേഗം തന്നെ അടുക്കളയിലേക്ക് നടന്നു നീങ്ങി. ദിവ്യയും ദീപവും രുദ്രിയും ഒക്കെ വിളറി വെളുത്തിരുന്നു പോയി. അമ്പ ഇതുപോലൊരു നിർണയം സ്വീകരിക്കുമെന്ന് അവരാരും തന്നെ കരുതിയില്ല. തുടരും.